എൻ്റെ ഈ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പ്രാർത്ഥനയെക്കുറിച്ച്, വ്യക്തിപരമായ പ്രാർത്ഥനയെക്കുറിച്ച് പലർക്കും ഒത്തിരി സംശയങ്ങളുണ്ട്. അതായത് എൻ്റെ അനുഭവത്തിൽ വ്യക്തിപരമായ പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു പുസ്തകത്തിൽ പറയുന്ന പോലെയോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ പറഞ്ഞു തരുന്ന രീതി തന്നെയാകണമെന്ന് നിർബന്ധമില്ല. പ്രാർത്ഥനയ്ക്ക് പല ശൈലികളുണ്ട്, പല രീതികളുണ്ട്. അതെല്ലാം വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥനയിൽ വ്യത്യസ്തമായിരിക്കും. അത് മനസ്സിലാക്കണമെങ്കിൽ ഈ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഏലിയ പ്രവാചകൻ്റെയും ഏലീഷ പ്രവാചകൻ്റെയും പ്രാർത്ഥനാ ശൈലികൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അതായത് ഏലിയ പ്രവാചകൻ ആഹാബിനോട് പറഞ്ഞു, അതായത് ആഹാബ് മഴ പെയ്യോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ വേണ്ടി വരൾച്ചയുടെ സമയത്ത് ഏലിയയുടെ അടുത്ത് ചെല്ലുന്ന സമയമാണ്. അത് 1 രാജാക്കന്മാർ 18 അധ്യായം മുഴുവൻ വായിച്ചാൽ മനസ്സിലാവും. അപ്പോൾ അതിൻ്റെ അത് ഏലിയ പ്രവാചകൻ പ്രാർത്ഥിക്കുന്ന ഒരു ശൈലിയുണ്ട്. 1 രാജാക്കന്മാർ 18:41 മുതൽ 42 വരെയുള്ള വാക്യങ്ങൾ നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. അനന്തരം ഏലിയ ആഹാബിനോട് പറഞ്ഞു, പോയി ഭക്ഷണപാനീയങ്ങൾ കഴിക്കുക, വലിയ മഴ ഇരമ്പുന്നു. ആഹാബ് ഭക്ഷണപാനീയങ്ങൾ കഴിക്കാൻ പോയി. ഏലിയ കാർമൽ മലയുടെ മുകളിൽ കയറി അവൻ മുട്ടുമടക്കി നിലം വരെ കുനിഞ്ഞ് മുഖം മുട്ടുകൾക്കിടയിലാക്കി ഇരുന്നു. ഇത് ഒരു പ്രാർത്ഥനാ ശൈലിയാണ്. അതുപോലെ തന്നെ ഏലിയ പ്രവാചകൻ ബാലിൻ്റെ പുരോഹിതന്മാരെയൊക്കെ വധിച്ച ശേഷം വിജന സ്ഥലത്ത് പോയി ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, ഏകാന്തതയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഏലീഷ പ്രവാചകനും ഈ വിധവയുടെ മകനെ സുഖപ്പെടുത്തുന്ന അല്ലെങ്കിൽ ജീവൻ നൽകുന്ന പ്രാർത്ഥനാ ശൈലിയുണ്ട്. പിന്നെ ഈശോയുടെ പ്രാർത്ഥനാ ശൈലിയുണ്ട്. ഈശോ ഗെത്സമനിൽ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെയാണ്. അവൻ അല്പദൂരം മുമ്പോട്ട് ചെന്ന് കമിഴ്ന്ന് വീണ് പ്രാർത്ഥിച്ചു എന്നൊക്കെയാണ്. പിന്നെ മോശ കൈകൾ ഉയർത്തി വിരിച്ച് പിടിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇതൊക്കെ പറയുന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രാർത്ഥനാ ശൈലി എന്ന് പറയുന്നത് തികച്ചും വ്യക്തിപരമായിട്ടുള്ള ശൈലികളുണ്ട്. അത് ഒരുപക്ഷെ മറ്റുള്ളവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒരുപക്ഷെ കളിയാക്കിയേക്കും, അല്ലെങ്കിൽ നമ്മളെ ഒരുപക്ഷെ അവർ പരിഹസിച്ചേക്കും. പക്ഷേ ശരിക്കും ഒരു ഈശോയിൽ ആഴമായിട്ടുള്ള ആത്മീയ ജീവിതത്തിൽ വളരുന്ന മനുഷ്യരെ സംബന്ധിച്ച് അവർക്ക് വ്യക്തിപരമായ പ്രാർത്ഥനാ ശൈലികളുണ്ട്. ചിലർ മുട്ടുമടക്കി മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കും, ചിലപ്പോൾ കൈകൾ വിരിച്ച് പ്രാർത്ഥിക്കും, ചിലപ്പോൾ കമിഴ്ന്ന് കിടന്ന് പ്രാർത്ഥിക്കും. പിന്നെ ചില പ്രാർത്ഥനകൾ ചെല്ലുമ്പോൾ നമ്മൾ നിവർന്ന് എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കും. ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ശരീരം മുഴുവൻ ചൂടാകും, ചിലപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ശരീരം മുഴുവൻ വിറയ്ക്കും. അതുപോലെ തന്നെ ഭാഷാപരത്തിലൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ പ്രത്യേകമായിട്ടുള്ള ശബ്ദവും അതുപോലെ തന്നെ ശ്വാസഗതിയിലൊക്കെ വലിയ മാറ്റങ്ങൾ വരും. ചിലപ്പോൾ ശ്വാസം നിലച്ചു പോകുന്ന പോലെയൊക്കെ വരും. അങ്ങനെ വൈവിധ്യമാർന്ന പ്രാർത്ഥനാ ശൈലികൾ ഉണ്ട്. അത് വ്യക്തിപരമായിട്ടുള്ള ശൈലികൾ. അത് പരിശുദ്ധാത്മാവാണ് നമ്മളെ അങ്ങനെ പ്രാർത്ഥിക്കാൻ സഹായിക്കുന്നത്. ഇതൊരിക്കലും ഒരു മാനുഷികമായിട്ടുള്ള ഒരു ചിന്തകൾ കൊണ്ട് ഒരിക്കലും അങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റുകയില്ല. അതുപോലെ തന്നെ ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴിങ്ങനെ തളർന്ന് വീഴും. ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ ചുരുണ്ട് ഇരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ നമ്മളിങ്ങനെ ഈ ഏലിയ മുട്ടുമടക്കിയിരുന്നെന്ന് പറഞ്ഞ പോലെയൊക്കെ ഇരിക്കും. അങ്ങനെ വൈവിധ്യമാർന്ന പ്രാർത്ഥനാ ശൈലികളും ഒക്കെയുണ്ട്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഒരു പ്രാർത്ഥന ഒരാൾ എത്ര പ്രാവശ്യം ചൊല്ലണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലർക്കും പല രീതികളാണ്. ഓരോരുത്തരുടെ ആത്മീയ നിലവാരം അനുസരിച്ചാണ് പ്രാർത്ഥനകൾ എത്ര പ്രാവശ്യം ചൊല്ലണം അല്ലെങ്കിൽ എങ്ങനെ ചൊല്ലണം എന്നൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ സ്വന്തമായിട്ട് പ്രാർത്ഥിച്ച് മനസ്സിലാക്കി വിലയിരുത്തി വേണം മുന്നോട്ട് പോകാൻ. അല്ലാതെ ഇതൊരാൾ പറഞ്ഞു തന്നുകൊണ്ട് മാത്രം ആർക്കും ഈ പ്രാർത്ഥന ആത്മീയ ജീവിതത്തിൽ വളരാൻ പറ്റുകയില്ല. ചിലർക്ക് ഒരു പക്ഷേ വെളുപ്പിന് 3 മണിക്ക് എഴുന്നേൽക്കണമായിരിക്കും, നിർബന്ധമായി ചിലർക്ക് എഴുന്നേൽക്കണമായിരിക്കും. ചിലർക്ക് വല്ലപ്പോഴും ഇടയ്ക്കൊക്കെ 3 മണിക്ക് എഴുന്നേറ്റാൽ മതി. ചിലർക്ക് നിർബന്ധമായും ചില പ്രാർത്ഥനകൾ എല്ലാ ദിവസവും ചൊല്ലണം. ചിലർക്ക് അങ്ങനെ എല്ലാ ദിവസവും ചൊല്ലിയില്ലെങ്കിലും
ഇടവിട്ടെങ്കിലും ചൊല്ലിയാൽ മതി. ചിലർക്ക് പ്രാർത്ഥന കേട്ടാൽ മതിയാവും. ചിലർക്ക് പ്രാർത്ഥന നിശബ്ദമായി ചൊല്ലിയാൽ മതിയാവും. ചിലർക്ക് പ്രാർത്ഥന ഇത്തിരി ഒച്ചത്തിൽ ചൊല്ലിയെങ്കിലേ മതിയാവുകയുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ വൈവിധ്യമാർന്ന ഒരു പ്രാർത്ഥനയുടെ ഒരു ശൈലികളുണ്ട്. അത് വ്യക്തിപരമാണ്, അത് മനസ്സിലാക്കുക. പിന്നെ എന്നെ സംബന്ധിച്ച് ഇപ്പോൾ പ്രാർത്ഥനകളൊക്കെ 3-4 പ്രാവശ്യം ചൊല്ലിയാൽ മതിയാവും. ചിലരെ സംബന്ധിച്ച് അത് 5-6 പ്രാവശ്യം അല്ലെങ്കിൽ കുറേ പ്രാവശ്യം ചൊല്ലണം. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് നമുക്ക് കിട്ടുന്ന, അതായത് നമ്മൾ പ്രാർത്ഥന ചെല്ലും തോറും നമുക്കൊരു മതി അല്ലെങ്കിൽ തൃപ്തിയായി എന്ന് തോന്നുന്ന ഒരു ആത്മീയ തലമുണ്ട്. അതുവരെയാണ് നമ്മൾ പ്രാർത്ഥന ചൊല്ലേണ്ടത്. അപ്പോൾ നമുക്ക് മനസ്സിലാവും. എന്ന് വെച്ച് പ്രാർത്ഥന പിന്നീട് ഒരിക്കലും ചൊല്ലണ്ട എന്നല്ല. പിന്നീട് നമുക്ക് തോന്നുമ്പോഴൊക്കെ, അല്ലെങ്കിൽ നമുക്കത് തോന്നും ഇന്ന പ്രാർത്ഥന ചൊല്ലണം എന്ന് തോന്നുമ്പോൾ അങ്ങനെയൊക്കെ ചെല്ലുക. ഇങ്ങനെയൊക്കെയാണ് വ്യക്തിപരമായ പ്രാർത്ഥന. എൻ്റെ ഒരു അനുഭവം ഇങ്ങനെയൊക്കെയാണ്. അല്ലാതെ പുസ്തകങ്ങളിൽ പറയുന്ന പോലെ തന്നെയോ അല്ലെങ്കിൽ വ്യക്തികൾ പറയുന്ന രീതി തന്നെയൊന്നുമല്ല. അതിലുപരി പരിശുദ്ധാത്മാവ് നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്ന ഒരു ശൈലിയുണ്ട്. ആ ശൈലിയിലേക്ക് നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയം നമ്മളായിരിക്കാൻ ശ്രമിക്കുക.